ഇത് മാർച്ച് 15 അബിൽ എന്നെ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ വന്നിട്ട് പ്രവീൺ ചേട്ടൻ അയച്ചു കൊടുത്തിരിക്കുന്നതാണ്. 2 ലക്ഷം അബിൽ ദേവ് എന്ന് എഴുതിയിട്ടുണ്ട്, അർജന്റാണെന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഇലക്ഷൻ അനൗൺസ് ചെയ്തിട്ടല്ലേ ചെയ്യത്തുള്ളൂ. അതാ പറഞ്ഞ ഇലക്ഷൻ ഡേറ്റ് എന്നാണ് നിന്റെ ഒരു അറിവ് പ്രകാരം? ഏപ്രിൽ അല്ലെ ഏപ്രിൽ 20 അങ്ങനെ എന്തുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക്. ഫ്രോഡ് റോബിൻ രാധാകൃഷ്ണൻ ഈ വീഡിയോയ്ക്കകത്ത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരുക. എടാ, ജീവിതം തന്നെ ഫ്രോഡായിട്ടും കൃത്രിമമായിട്ടും എടുത്തിരിക്കുന്ന ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് റോബിൻ തന്നെ. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് റോബിന്റെ ഫ്രോഡ് പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത്. ബിഗ് ബോസിൽ നിന്നും തൊട്ട് ഇറങ്ങിയതിന് ശേഷം നീ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, താങ്ക് യു ലോകേഷ് കനകരാജ്. എന്തിന്? ലോകേഷ് കനകരാജിനെ നീ കണ്ടിട്ടുണ്ടോ? അവരുടെ നമ്പർ ഉണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് എങ്കിലും അളി അയച്ചിട്ടുണ്ടോ? ഒരു കോപ്പും കാണത്തില്ല. എടുത്ത് താങ്ക് യു ലോകേഷ് കനകരാജ്. അപ്പോഴത്തേക്കും ഒരു കോൺട്രവേഴ്സി നമ്മളെല്ലാം കൂടെ എടുത്തു വെച്ചത് വീഡിയോ ചെയ്യുന്നു, എടുക്കുന്നു. റോബിൻ രാധാകൃഷ്ണൻ ലോകേഷ് കനകരാജിന്റെ അടുത്ത സിനിമയിലെ നായകൻ. അങ്ങനെ ലൈവിൽ നിൽക്കാനായിട്ട് ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പുക പടലമാണ് സ്വന്തം ജീവിതം. സത്യസന്ധമായ കാര്യം പറയല്ലോ. അതായത് ഈ വീഡിയോയ്ക്കകത്ത് ഇവൻ ഈ അയച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടിന്റെ പൈസയുടെ ഫ്രോഡ് മാനിപ്പുലേഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതിനുശേഷം അതിനെപ്പറ്റി ആൾക്കാർ കളിയാക്കി വന്ന് ദിൽഷയ്ക്ക് ഒരു സിനിമ അങ്ങോട്ട് കിട്ടിയപ്പോഴത്തെ എൻ്റെ പൊന്നു മോൻ ഇരിക്കാൻ വയ്യ, എനിക്കും അടുത്ത സിനിമ വേണം, എൻ്റെ സിനിമ ഉടനെ ഇറങ്ങിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ഏതോ ഒരു കഫേലെങ്ങാണ്ട് പോയി ഇരുന്നിട്ട് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇട്ട് കാണിച്ചാണ് നീ. ഈ രാവണ യുദ്ധം എന്ന് പറഞ്ഞ 2ാം ഭാഗം. യുദ്ധം ഇറക്കാഞ്ഞ എന്ത്, വരാത്ത എന്ത്, യുദ്ധം പുറത്തോട്ട് വരാത്ത എന്ത്, ആ യുദ്ധം കാണാനായിട്ട് ഞങ്ങൾ കുറേ ആയിട്ടിരിക്കുന്നു. ഇതിനിടയിൽ 3-4 രാമായണമായിട്ട് ബന്ധപ്പെട്ട സിനിമ വന്ന്, KGF വന്ന്, അവന്റെ അടുത്ത സിനിമ ഇറങ്ങി. ഇതുവരെ അളിയന്റെ രാവണ യുദ്ധം തലയിൽ കൂടെ താണ്ട ചോര ഒഴുകുന്ന ഇതുവരെ വന്നിട്ടില്ല. ഈ ഒരു പോസ്റ്ററിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൈക്കകത്ത് 2 വാച്ച് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇവന്റെ സമയം നോക്കാനും രണ്ടാമത്തത് ഇവന്റെ അച്ഛന്റെ സമയം നോക്കാനായിട്ടിരിക്കും ഈ പരിപാടി കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും ജനങ്ങൾക്കിടയിലായിട്ട് ലൈവായിട്ട് നിൽക്കാനായിട്ട് ഹോസ്പിറ്റലൈസ്ഡായി എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് നീ കാണിക്കുന്ന ഒരു അഭിനയം, ആ ഫോട്ടോയും ജനങ്ങൾ എടുത്തു വെച്ച് കോൺട്രവേഴ്സി ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് റോബിന് വയ്യ, റോബിൻ ഛർദ്ദിക്കുന്നു. അതിന്റെ റിയാലിറ്റി എന്താന്ന് ഈ ആരവ് പുറത്തെടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നല്ലോ താങ്കൾ ആ കാണിച്ച ആ വീഡിയോയിലുള്ള ഭാഗങ്ങൾ. ക്ലോസറ്റിനകത്ത് കുത്തനെ കിടന്ന് ഛർദ്ദിക്കുന്നു, ചിരിക്കുന്നു. ആ വീഡിയോയുടെ റിയാലിറ്റി എന്താന്ന് ആരവ് പിന്നെ വന്ന് ഈ വീഡിയോ ഇട്ടപ്പോഴായിരുന്നു ഇവന്റെ സെയിം സാധനം ഇവൻ കാണിച്ച് എന്തോന്നുള്ളത് പുറത്ത് വരുന്നത്. ഇവ കംപ്ലീറ്റ്ലി ഫേക്ക് ഫ്രോഡ്. അത്ര എനിക്ക് പറയാനുള്ളൂ. കുറച്ച് നാളുകൾക്ക് മുമ്പ് സീക്രട്ട് ഏജന്റ് എന്ന പൈസ അയച്ചിട്ട് ഒരാഴ്ചക്ക് മുമ്പാണ് ആ പൈസ തിരിച്ചു കൊടുത്തത്. അതൊക്കെ സീക്രട്ട് ഏജന്റ് തിരിച്ചൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇത് പറയാനുള്ള കാരണം ഒരെണ്ണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവൻ ഇതുപോലെ തന്നെ ആരതി പൊടിയുമായിട്ട് പോയി ഇരുന്നിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, എന്റെ തലയുടെ ഇവിടെ കണ്ടോ തൊട്ട് നോക്കേ, ട്യൂമറാണ്. ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കും എടുക്കുകയും ചെയ്യുമോ, ഞാനൊരു പാവപ്പെട്ട. നാണമുണ്ടോ ഇങ്ങനെ കിടന്ന് സോഷ്യൽ മീഡിയയിൽ ജീവിക്കാനായിട്ട്? ഇതിലും ഭേദം നീ പോയി എവിടെയെങ്കിലും പിച്ച എടുക്ക്. ഓരോരുത്തരോട് പൈസ ചോദിക്കുന്ന ചാറ്റുകളൊക്കെ നിങ്ങൾ കാണണം. എന്ത് വൃത്തികെട്ട രീതിയിലാണെന്ന് പറയും ഓരോരുത്തരോട് പൈസ ചോദിക്കുന്നത്. ആ പൈസ ചോദിക്കുന്നതിന് ഒരു മര്യാദ മാനം ഉള്ളവർക്കേ ഒരു ലിമിറ്റ് വരെ ചോദിക്കാനായിട്ട് കഴിയൂ. ഈ മര്യാദയും മാനവും ഇല്ലാത്തവന് ഇല്ല എന്ന് പറയുന്നതിന് വീണ്ടും കാല് പിടിച്ച് അവന്റെ കാല് കഴുകി ആ വെള്ളം കുടിച്ചിട്ടായാലും എനിക്കൊരു 10 രൂപ നീ കടമായിട്ട് തന്നേ പറ്റൂ എന്ന് ചോദിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. അത് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വലിയ ഫെയിമാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന നീ തന്നെ നിന്റെ ലൈഫ് നീ ഇല്ലാതാക്കി കൊളാബ് ചെയ്തുകൊണ്ടിരിക്കുക. നീ ഒരിടയ്ക്ക് ഇപ്പൊ നിന്നെ ആൾക്കാരേറെ കളിയാക്കുന്നത് ഇങ്ങനെ ആക്കിയത് സ്വന്തം കഴിവ് കൊണ്ടും സ്വന്തം പ്രവൃത്തി കൊണ്ടും മാത്രമാണ്. മനസ്സിലാക്കുക, നിനക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. ആ അഭിനയ ജനങ്ങളുടെ ഇടയിലേക്ക് നിനക്ക് പ്രതിഫലിപ്പിച്ച് കാണിച്ചു തരാനായിട്ട് നിന്നെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല. അതിന്റെ റിയാലിറ്റി അതാണ്. അത് വ്യക്തമായിട്ട് നീ മനസ്സിലാക്കുക. ഇന്ന് രാവിലെ റോബിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ക്രീൻഷോട്ടിലെ ഫേക്ക്നെസ്, എവിടെ ഫേക്ക്നെസ്, ഞാൻ വിത്ത് പ്രൂഫ് ചാറ്റ് ഞാൻ ഇവിടെ പുറത്ത് വിടുന്നു എന്ന്, എവിടെ നിന്നൊക്കെ ക്രിയേറ്റ് ചെയ്ത കുറെ സാമാനങ്ങൾ. ആ വീഡിയോയുടെ താഴെ ഈ എക്സ്പോസ് ചെയ്ത ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉളുപ്പില്ലാത്ത ആർക്കാണെന്ന് ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം റോബിനെ. 2 വർഷം മുമ്പ് സീക്രട്ട് ഏജന്റ് സായിയുടെ കയ്യിൽ നിന്ന് 30,000 കടം വാങ്ങിയിട്ട് പണി വരുന്നെന്ന് മനസ്സിലായി കഴിഞ്ഞ ആഴ്ച അല്ലേടാ നീ അത് തിരിച്ചു കൊടുത്തത്. എന്നിട്ട് സ്വന്തം കല്യാണത്തിന് കെട്ടുതാലി വാങ്ങിയതിന് പ്രക്ഷോഭ് കൈലാസ് അല്ലേടാ ഇപ്പൊ ഇവിടെ ആർക്കടാ ഉളുപ്പില്ലാത്തത് പറയടാ. അതായത് സ്വന്തം കല്യാണത്തിന്റെ വരെ കെട്ടുതാലി മറ്റൊരാൾ മേടിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ ആയിരുന്നു റോബിൻ കല്യാണത്തിന് തൊട്ട് മുമ്പെന്ന്. നിങ്ങൾ ആ പ്രസ് മീറ്റിനകത്ത് ഈ കല്യാണത്തിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും ഈ പറഞ്ഞ അബിൽ ബ്രോ ഉൾപ്പെടെയാണെങ്കിലും പറയുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലൊക്കെ പലതും സത്യസന്ധതയുണ്ട്. മറ്റൊരാൾ കെട്ടുതാലി മേടിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു റോബിൻ എന്ന് നിന്നെങ്കിലേ
റോബിൻ നിക്കക്കള്ളി ഇല്ലാത്ത പല ഉടായ്പകളും കാണിച്ച് നിങ്ങളുടെ മുന്നിൽ വന്നതാ. എന്നിട്ട് ഞാനും വാങ്ങൂടാ പോർഷ പനാമേര എന്നും പറഞ്ഞോണ്ട് നീ അങ്ങോട്ട് ഓടിപ്പോയിട്ട് ഇവിടെ എങ്ങും മേടിക്കാതെ അവിടെ ദുബായിലെങ്ങാണ്ട് പോയിട്ട് 1994 മുമ്പ് കണ്ടുള്ള ഏതോ വണ്ടി എടുത്ത് കാണിച്ചിട്ട് പറയാ ഞാനും വാങ്ങിയിടാന്ന്. വണ്ടി എവിടെ, കുണ്ടി എവിടെ? കാണാനില്ല മക്കളെ. ഇനിയിപ്പോ പത്രത്തിലെങ്ങനെ കൊടുത്താലേ ചിലപ്പോൾ ആ വണ്ടി നമുക്ക് കാണാനായിട്ട് കഴിയത്തുള്ളായിരിക്കും. അങ്ങനെ ഇരിക്കുക. അതായത് ഇന്ന് വന്നിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ കാണാം. അത് വീഡിയോ കണ്ടുകൊണ്ട് തന്നെ പൊളിച്ചാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 15 രാവിലെ 10 മണിയാണ് സമയം. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഞാൻ കുറച്ച് സൈലന്റ് ആയിട്ടാണ് ഇരുന്നത്. കാരണം വേദലക്ഷ്മി അബിൽദേവ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്യായിരുന്നു. സോ നിങ്ങളെ കള്ളത്തരങ്ങളെ എവിടെ ഒബ്സർവ് ചെയ്ത്? ആരൊബ്സർവ് ചെയ്ത്? എവിടെ? എന്തോ ഈ പറയുന്നേ? നീ ഒരു കെട്ട് പത്രം അടിച്ചോണ്ട് പോകുന്നവർക്ക് ഇത്രയും നോട്ടീസ് എടുത്ത് കൈ വെച്ച് ചുരുട്ടിക്കൊണ്ട് ഓടി നടന്നിട്ട് ഞാൻ അനങ്ങാതിരിക്കുവായിരുന്നെന്ന് എന്തൊക്കെയാ കിടന്ന് കാണിച്ചോണ്ടിരുന്നത്? ഇടാ, കള്ളത്തരം കാണിക്കുന്നവർക്ക് വെപ്രാളമുള്ളു. കള്ളത്തരം കാണിക്കാത്തവർക്ക് സൈലന്റ് ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരുപാട് കൂട്ടുകാർക്കിടയിൽ ഞാൻ കണ്ടിട്ടുള്ളതാ കള്ളത്തരം കാണിക്കുമ്പോഴുള്ള വെപ്രാളങ്ങളൊക്കെ. കറക്റ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പൊളിച്ചടിക്കത്തി. ഓക്കെ, ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, വ്യക്തമായിട്ടുള്ള എവിഡൻസുകൾ ഞാൻ കാണിച്ച് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ കള്ളത്തരം ഞാൻ പൊളിച്ചടുക്കി തരാം. വേദലക്ഷ്മി കഴിഞ്ഞ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്ക്രീൻഷോട്ടൊക്കെ വെച്ചിട്ട് ഒരു ജിപേന്റെ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെ, ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്. അത് ഫേക്ക് ആണ്, അത് AI ക്രിയേറ്റഡ് ആണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം ഞാൻ എന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കൂടെ പിൻ ചെയ്ത് ഞാൻ ഒരു ഡ്രൈവിലാക്കി ഞാൻ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എടുത്ത 1-2 സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ടാണ് അത് ഫേക്ക് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അത് നിങ്ങൾക്ക് അബദ്ധമായിട്ടേ നിങ്ങൾക്ക് ഇപ്പൊ വന്നിട്ടുള്ളൂ. കാരണം ഇതിൽ വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ആരാണ് ആ ഫണ്ട് തന്നത്, ആ ഫണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നത് ഹരിപ്പാടുള്ള എന്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ്. ആ കംപ്ലീറ്റ് പ്രവീണുമായിട്ടുള്ള എന്റെ ചാറ്റും അബിൽദേവുമായിട്ട് അത് കഴിഞ്ഞ ട്രാൻസാക്ഷന്റെ ചാറ്റും കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഇപ്പൊ ഇവ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് കേട്ടല്ലോ. ഞാനല്ല പൈസ ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തത്, എന്റെ വേറൊരു പ്രവീൺ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതെന്ന്. ഇനി ആ സ്ക്രീൻഷോട്ട് നിങ്ങൾ വ്യക്തമായിട്ട് കാണണം. അതിനകത്ത് എവിടെ റോബിൻ രാധാകൃഷ്ണൻ പേര് വരുന്നത്? റോബിന്റെ ഫ്രണ്ടായ പ്രവീണാണ് അബിൽദേവിന് പൈസ അയച്ചു കൊടുത്തതെന്ന് പറയുന്നത്. പിന്നെ അതിന്റെ റോബിൻ എങ്ങനെ വരാനാ? എവിടെ വരാൻ പറ്റും? ബൈ ചാൻസ് എവിടെ വരാൻ പറ്റും? നമ്മളൊരു പൈസ അയക്കുമ്പോൾ അതിന്റെ താഴെ നോട്ട് കൊടുക്കാമല്ലോ, ഇന്ന ആവശ്യത്തിനാണ് എന്നുള്ള സാധനം. അവിടെ വേണമെങ്കിൽ അറിയാം ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന് വെക്കാമല്ലോ. എന്നാൽ നമുക്ക് കാണാൻ എന്തോന്നുള്ളത്. അതിൽ ആ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും, ഈച്ച് ആൻഡ് എവറി ചാറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ആ പറഞ്ഞ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അയ്യോ, കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാന്ന് പറയണ്ട. അത് കാണുന്ന ഞങ്ങളാണ് പറയേണ്ടത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. എന്തിനാണ് അതിനൊരു വലിയ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്? എടാ, അത് ചെയ്തത് നീ കണ്ടില്ലായിരുന്നോടാ, നീ കൂടെ നിന്നപ്പോഴല്ലേടാ ഞാനത് ചെയ്തു, നീ അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നപ്പോഴല്ലേടാ എന്റെ ആ കാര്യം നീ കാണാതായിട്ടിരുന്നത്? സത്യമായിട്ടുള്ള കാര്യമല്ലേടാ, നീ ഒന്ന് പറഞ്ഞു കൊടുത്തേ ഞാൻ ഈ പറഞ്ഞ കാര്യം. ഇങ്ങനെ പറയുന്നതാണോ സത്യം? എന്തോ നടന്നെന്ന് പറഞ്ഞു കൊടുത്തേ. ഇങ്ങനെ പറയുന്നതാണോ സത്യം? റോബിനൊന്ന് ഇരുത്ത് ചിന്തിച്ച് നോക്കിയാൽ നിനക്ക് മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ഇവര് എന്റെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ വരെയോ, ഞാൻ എന്തുകൊണ്ട് ലീഗലി പോയ ധൈര്യമായിട്ട് ഇവർ എന്റെ അടുത്ത് ഈ പറഞ്ഞവർക്ക് ലീഗലി വരെയോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ഇതേപോലെ ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രസ് മീറ്റിൽ അങ്ങനെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കള്ളത്തങ്ങൾ പൊളിയും. ഒറ്റ കാര്യമുണ്ട്, സീക്രട്ട് ഏജന്റ് വരെ വീഡിയോ ചെയ്യുന്നത് കണ്ടായിരുന്നു. ഓക്കെ, ഇന്നലെ രാത്രി അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ 2 സ്ക്രീൻഷോട്ടും ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഫേക്ക് ആണെന്നുള്ള രീതിയിൽ. അത് അബിലുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ട്രാൻസാക്ഷനെ വന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ശരിയാണ്, എനിക്ക് HDFC ബാങ്ക് അക്കൗണ്ടേ ഉള്ളൂ, പഞ്ചാബ് നാഷണൽ ബാങ്കേ ഉള്ളൂ. പക്ഷേ എന്റെ സുഹൃത്തായിട്ടുള്ള ഹരിപ്പാടുള്ള പ്രവീൺ എന്ന് പറഞ്ഞ ബ്രദറാണ് ഈ പറഞ്ഞ അബിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് GPay ചെയ്തു കൊടുത്തതും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്തു കൊടുത്തതും. അതിനുള്ള കംപ്ലീറ്റ് എവിഡൻസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇതെല്ലാം കാണണം. ഇതിലോടുകൂടി നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിവരം ബോധമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്താണ് സത്യം എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. തീർച്ചയായിട്ടും വിവരം ബോധം ഉള്ളത് കൊണ്ടാണ് അതിനകത്ത് സത്യസന്ധത എന്തോന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു. ഇത് വേദലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ്. ഈ ട്രാൻസാക്ഷൻ, ഈ GPay ട്രാൻസാക്ഷൻ ഫേക്ക് ആണ്, ഇത് AI ക്രിയേറ്റഡ് ആണെന്നാണ് പുള്ളിക്കാരി അവകാശപ്പെടുന്നത്. ഇത് അനന്തുവിന്റെ സ്റ്റോറിയാണ്. അതിനെപ്പറ്റിയുള്ള പുള്ളിക്കാരിയുടെ പ്രൊഫൈൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഈ ഒരു ട്രാൻസാക്ഷനെ പറ്റിയുള്ള സ്റ്റോറി മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് ചെക്ക് ചെയ്യൂ. ഓക്കെ, താണ്ട അതിൽ ഈ പറഞ്ഞ ട്രാൻസാക്ഷനെ പറ്റി അതിൽ പുള്ളിക്കാരി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്.
അപ്പൊ നിങ്ങൾ എല്ലാവരും വേദലക്ഷ്മിയുടെ ആ ജിപേ ട്രാൻസാക്ഷനെ പറ്റി പറയുന്ന കാര്യങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്തത് നമ്മുടെ സായി കൃഷ്ണയുടെ വീഡിയോ അത് വിടല്ലേ, നിന്റെ ഇത് വരട്ടെ, അത് കാണല്ലേ നമുക്ക്, അത് വിട് നിന്റെ ഈ കാര്യം കൊണ്ടുപോവാ. ആയിട്ടുള്ള സായി കൃഷ്ണയുടെ വീഡിയോ കണ്ടല്ലോ. അതിന്റെ അകത്ത് സായി പറയുന്നുണ്ട്, ആ 2 ജിപേ ട്രാൻസാക്ഷൻ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ അകത്ത് പ്രവീൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് അബിൽദേവിന് ഫണ്ട് പോയിരിക്കുന്നത്. അതിന്റെ അകത്ത് എന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനെപ്പറ്റി അബിൽദേവിന്റെ അടുത്ത് എന്താ പറയുന്നത്, എന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ എന്റെ ഒരു സുഹൃത്തിന് പൈസ അയക്കുന്നത്. അപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്ന നീയാണ്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ പൈസ അവൻ അയക്കുന്നത്. അപ്പൊ ഞാൻ അയക്കാൻ നേരം നിന്റെ പേര് ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നു. അത്രേ ഉള്ളൂ ഈ കഥ. ബാക്കി നിങ്ങൾ കണ്ടോ. ചെക്ക് ചെയ്ത് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ ഒരു ട്രാൻസാക്ഷനേ ഇല്ല എന്ന് വ്യക്തമായിട്ട് സായി ഇതിൽ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതെടുത്ത് ഈ പറഞ്ഞ കണക്ക് വേദലക്ഷ്മി സ്റ്റാറ്റസ് സ്റ്റോറി ഇട്ടേക്കുന്നതും സായി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനിയാണ് ഞാൻ എവിഡൻസുകൾ ഞാൻ കാണിക്കാൻ പോകണം. ഇനി ഞാൻ കുറച്ച് സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളും ഞാൻ അയച്ചു തരാം. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു. ഇത് ഹരിപ്പാടുള്ള എന്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ ചേട്ടന്റെ എന്റെ വാട്സ്ആപ്പ് ചാറ്റാണ്. അതിനകത്ത് മാർച്ച് 13 അബിൽദേവിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നുണ്ട്. ആ ജിപേ നമ്പറും കൂടെ എന്തായാലും ഇട്ടേര്. ഇത് പ്രവീൺ ചേട്ടന്റെ വോയിസ് ആണ്, ജിപേ നമ്പറും കൂടെ ആവശ്യപ്പെട്ട്. സോ പുള്ളിക്കാരൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ സ്ലിപ്പാണ് ഈ സ്ക്രീൻ റെക്കോർഡിൽ കാണിക്കുന്നത്. ഈ മാർച്ച് 13 ഈ ട്രാൻസ്ഫർ ചെയ്തേക്കുന്ന സ്ലിപ്പാണ് ഈ കാണിക്കുന്നത്. ഇതിനകത്ത് ടു ഫ്രം റോബിൻ രാധാകൃഷ്ണന് 1 ലക്ഷം രൂപ, അതിന്റെ താഴെ ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കണം. മോളിൽ ടു ഫ്രം, അതിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ റൗണ്ടിനകത്ത് എഫ് എങ്ങനെ വരാനാ? എനിക്ക് മനസ്സിലാവുന്നത് എഫ് എങ്ങനെ വരാനാ? ഈ പൈസ അയച്ചത്, ഈ അയച്ച ആളുടെ പേര് താഴെ കൃത്യമായിട്ട് വരും. താഴെ അതിനകത്ത് ആ ഫ്രമിനകത്ത് കിടക്കുന്നത് പ്രവീൺ എന്നുള്ളത് അയച്ച ആളുടെ പേര് സത്യമായിട്ടും. ഇനി മേളിൽ വരുമ്പോഴത്തേക്കിന് അവിടെ മേടിച്ചത് അബിൽദേവ് അല്ലേ? അപ്പൊ അബിൽദേവിന്റെ പേര് അവിടെ വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേ ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ, അതായത് നമ്പർ വഴി അയച്ചിട്ടുള്ള സാധനമോ ബാങ്ക് ട്രാൻസ്ഫർ, ഗൂഗിൾ പേ വഴിയുള്ള ബാങ്ക് ട്രാൻസ്ഫറിന്റെ സ്ലിപ്പ് എടുത്ത് നോക്കിയാൽ ഇത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ അതിന്റെ താഴെ ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഈ സാധനം കറക്റ്റ് നമുക്ക് എഴുതി, അതായത് നമുക്ക് തന്നെ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. മേളിൽ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ അവിടെ വരുത്തില്ല മോനെ. ഞാൻ എന്റെ ഫ്രണ്ടിന് അയക്കുന്നെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ പേരാ മേളി വരുന്നത്, അല്ലാതെ കണ്ടോണ്ടിരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ട് അയക്കുന്നത് ഗൂഗിൾ പേക്ക് എങ്ങനെ അറിയാം? ജിപേ നീയും തമ്മിൽ സ്വന്തമായിട്ട് വല്ല റിലേഷൻഷിപ്പോ ബന്ധവും വല്ലതും ഉണ്ടോ? എന്നിട്ട് അതിന്റെ താഴെ അബിൽദേവ് ഈ അബിൽദേവ് എന്നുള്ളൊരു സാധനത്തെക്കാട്ടിലും ഉപരി അതിനകത്ത് കൂടുതലും നമ്പറും കാര്യങ്ങളോ വരുന്നത്. പിന്നെ ഈ മറ്റേ ഐഡിയും കാര്യങ്ങളൊക്കെ വരുന്നത് കാണിക്കാം. ഞാൻ എന്റെ സ്ക്രീൻഷോട്ട്സ് ഒക്കെ ഞാൻ കാണിക്കാം, ബാക്കി നോക്കാം നമുക്ക് അടുത്ത്. ഓക്കെ, പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി അബിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരന്റെ SBI അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തതിന്റെ ചാറ്റാണ് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത്. മാർച്ച് 13 പുള്ളിക്കാരൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ അയച്ചു കൊടുത്തു. പ്രവീൺ ചേട്ടന്റെ അക്കൗണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ SBI അക്കൗണ്ടിൽ നിന്നും എനിക്ക് വേണ്ടി അബിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ. മാർച്ച് 13 പോയി എന്ന് പറയുന്ന ഈ ഒരു സാധനം, ഇത് ഞാൻ എന്റെ ഒരു ചാറ്റാണ് ഈ കാണിക്കുന്നത്. എന്റെ ചാറ്റ് ഇത് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തതാ ടു റെൻ വോട്ടവർ. ഞാൻ അയച്ചു കൊടുത്ത റെൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് 55,000 അയച്ചു കൊടുത്തത്. അത് ബാങ്ക് ട്രാൻസ്ഫർ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ബാങ്ക് ട്രാൻസ്ഫർ ടു ആർക്കാണ് ഞാൻ അയച്ചു കൊടുത്തത്? അവരുടെ പേര്. അതിന്റെ തൊട്ട് മുകളിലായിട്ട് അവരുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരമാണ് അവിടെ വരുന്നത്. ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് അവരുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരമായിരിക്കും അവിടെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് താഴെ വരുമ്പോഴത്തേന് ബാങ്ക് ട്രാൻസ്ഫർ വരുമ്പോഴത്തേക്കിന് അവരുടെ അക്കൗണ്ട് നമ്പറിന്റെ ലാസ്റ്റിലത്തെ ഭാഗം അവിടെ കാണിക്കത്തുള്ളൂ. പിന്നെ ഫ്രം ഞാൻ അയച്ചു കൊടുത്ത ആളുടെ പേര്. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ മെസ്സേജ് കാണത്തുള്ളൂ. ഇനി മെസ്സേജ് വരുന്ന അടുത്തൊരു സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം. ഇതും ഇതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ അഖിൽ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഞാൻ ചെയ്ത അഖിൽ വരുമ്പോഴത്തേക്കിന് മേളിൽ വരത്തുള്ളൂ. ഇത് ഞാൻ അയച്ചതാ. ഇതിപ്പം റോബിന് വേണ്ടിയിട്ടാണ് ഞാൻ അയക്കുന്നെങ്കിൽ മേളിൽ അങ്ങനെ റോബിന്റെ പേര് വരണം. ഞാനും മറ്റൊരു വ്യക്തിയും തമ്മിൽ ട്രാൻസ്ഫർ നടത്തുമ്പോൾ അതിനകത്ത് മെയിൻ ഘടകങ്ങളിലല്ല, ഈ മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ ഈ 2 എഴുതിയേക്കുന്ന ഭാഗം മെയിൻ ഘടകമാണ്, ഇതിന് താഴോട്ടുള്ള എല്ലാം മെയിൻ ഘടകമാണ്. നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ ഇടയിൽ ഒരു മെസ്സേജ് മാത്രമേ ഉള്ളൂ. ആ മെയിൻ ഘടകത്തിലുള്ള ഗൂഗിൾ പേ തന്നെ ഫില്ല് ചെയ്ത് വെക്കുന്നത്, അതിന്റെ ഇടയിലുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ മെയിൻ ഘടകത്തിൽ ഇങ്ങനെ റോബിൻ രാധാകൃഷ്ണന്റെ പേര് അവിടെ വന്ന് ഒന്ന് കാണിച്ചേ. ഇനി ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടുള്ള സ്ക്രീൻ റെക്കോർഡ് ദാണ്ട് ഇത് ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതിന്റെ ദാണ്ട് ഈ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നിടത്ത് എക്സ്പ്രസ് CMA 2 എന്ന് അത് ഞാൻ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്തേ. അപ്പോഴും എന്തുവാ ആ ആളുടെ പേരാ, വാങ്ങിക്കുന്ന ആളുടെ പേരാ അവിടെ വരുന്നത്. ഇനി താഴോട്ട് വരുമ്പോഴത്തേക്ക് ഫ്രം അയച്ച ഞാൻ മേളില് മറ്റേ ആളുടെ പേര്, അവിടെ ആളുടെ പേരും അവരുടെ ഐഡിയും കാര്യങ്ങളൊക്കെ. ഇത് ഗൂഗിൾ പേ ചെയ്യുമ്പോൾ അതായത് നമ്മുടെ ബാങ്ക് ട്രാൻസ്ഫർ അല്ല, ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ഉള്ള കാര്യമോ. ഇതിനകത്ത് പൊന്നു മോനെ, എങ്ങനെയാണ് നിന്റെ ഫ്രണ്ട് പ്രവീൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറയുന്ന അബിൽദേവിന് പൈസ അയച്ചു കൊടുക്കുമ്പോഴത്തേന് തൊട്ടുമേളിൽ ഫ്രം ടു റോബിൻ രാധാകൃഷ്ണൻ എന്ന് വന്നു? അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതെങ്ങനെ വന്നു?
ആ എമൗണ്ടിന്റെ തൊട്ട് താഴെ നമുക്ക് എഴുതാൻ പറ്റുന്ന നോട്ടുണ്ടല്ലോ, ആ നോട്ടിന്റെ സ്ഥലത്ത് മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് കഴിയൂ. അത് അതിന്റെ റിയാലിറ്റിയാ. പിന്നെ എങ്ങനെയാണ് ആ സാധനം അവിടെ വന്നെന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ താ. ഇനി ഒരു 6 മിനിറ്റും കൂടെ ഉണ്ട് ഇവന്റെ എക്സ്പ്ലനേഷൻ, അതും കൂടെ ഒന്ന് കാണാം. നമുക്ക് എവിടെങ്കിലും ഇതിന്റെ എക്സ്പ്ലനേഷൻ തരുന്നോ ഒന്ന് കാണാമല്ലോ ഫ്രോഡ് റോബിൻ. ഇത് മാർച്ച് 15-ാം തീയതി അബിൽ എന്നെ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ വന്നിട്ട് പ്രവീൺ ചേട്ടൻ അയച്ചു കൊടുത്തിരിക്കുന്നതാണ്. 2 ലക്ഷം അബിൽ ദേവ് എന്ന് എഴുതിയിട്ടുണ്ട്. അല്ല, ഇതിപ്പം ഈ സുഹൃത്ത് വിളിച്ച കാര്യം കൊടുക്കാനുള്ളതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മറ്റൊരു ചേട്ടൻ അയച്ചു കൊടുക്കേണ്ട കാര്യം എന്തുവാ? നല്ല ക്രിയേഷൻ തന്നെ കേട്ടോ. എന്തായാലും അർജന്റാണെന്ന് എഴുതിയിട്ടുണ്ട്. 75,000 രൂപ പ്രവീൺ ചേട്ടന്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിലിന് 75,000 രൂപ അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡിൽ കണ്ടിരിക്കുന്നത്. അടുത്തത് 25,000 രൂപ പ്രവീൺ ചേട്ടന്റെ കമ്പനി അക്കൗണ്ടിൽ നിന്നും ധനലക്ഷ്മി ബാങ്കിൽ നിന്നും 25,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന്റെ സ്ലിപ്പാണിത്. അത് കഴിഞ്ഞതിന് ശേഷം ചേട്ടാ ഞാനിത് അബിലിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അബിലിൻ ഞാനുമായിട്ടുള്ള ചാറ്റിൽ 1 lakh ട്രാൻസ്ഫർ ചെയ്തു. 75,000 + 25,000 കാര്യമാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അല്ല അതെന്തിനാ ഇവിടെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്? അടുത്ത് കാണിക്കുന്ന ഒരു വോയിസിനകത്ത് ഈ പ്രവീണിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലേ, കാണാം നമുക്ക് എന്തായാലും. ഇത് മാർച്ച് 18-ാം തീയതി ബുധനാഴ്ച പ്രവീൺ ചേട്ടന്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിലിന്റെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ സ്ക്രീൻ റെക്കോർഡിൽ കാണുന്നത്. അതിൽ മുകളിൽ എന്റെ പേരും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഏറ്റവും മേളിൽ നമ്മളല്ല, അയക്കുന്ന ആളല്ല മെൻഷൻ ചെയ്യുന്നത്, അത് ആ സിസ്റ്റം അല്ല മെൻഷൻ ചെയ്യുന്നത്. അയക്കുന്ന ആളുടെ പേര് അല്ല, അയക്കുന്ന ആളുടെ അല്ല, പൈസ മേടിക്കുന്ന ആളുടെ പേര്, എന്നിട്ട് അയക്കുന്ന ആളുടെ പേര് നോട്ടിനകത്തല്ലേ നമുക്ക് ചെയ്യാൻ കഴിയൂ. ആ പൈസയുടെ തൊട്ട് താഴെയല്ലേ അത് ചെയ്യാനായിട്ട് കഴിയൂ. അതിന്റെ മേളിൽ എങ്ങനെ വരാനെന്നാ ഈ പറയുന്നത്? ഇത് കാണുന്ന ഞങ്ങളൊന്ന് കോമൺ സെൻസ് ഇല്ലാത്തവരോ? ഈ ഫോട്ടോയുടെ F എങ്ങനെ വന്ന്? ഫാഷൻ TVയോ? ഇത് പറഞ്ഞ് മനസ്സിലാക്കി താഴെ. വലിയ എക്സ്പ്ലനേഷനൊക്കെ വന്ന് ഇലക്ഷനൊക്കെ നിന്നൊരു സ്ഥാനാർത്ഥിയല്ലേ, അന്നിക്കുന്ന പാർട്ടിക്ക് അപമാനം ഉണ്ടാക്കാതെ ഈ കാര്യം പറ. നിങ്ങൾ ചാറ്റ് കണ്ടല്ലോ, ഞാനും പ്രവീൺ ചേട്ടനുമായിട്ടുള്ള. അതിന്റെ അകത്ത് അബിൽ ദേവിന് അയച്ചു കൊടുത്തിരിക്കുന്ന ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് ഞാൻ അയച്ചിരിക്കുന്നത്. AI ജനറേറ്റഡ് ഒന്നുമല്ല, സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് ഞാൻ അതിന്റെ അകത്ത് അയച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഞാനും അബിൽ ദേവും തമ്മിലുള്ള ചാറ്റിന്റെ വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഓക്കെ, താങ്ക് യു. ഇത് ഞാനും അബിൽ ദേവും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ്. ഇതിൽ മാർച്ച് 12-ാം തീയതി പുള്ളിക്കാന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചിരുന്നു. ഞാനത് ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നു. ആ ബെനിഫിഷ്യറി ആഡ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാർച്ച് 13-ാം തീയതി അന്ന് പുള്ളിക്കാരൻ 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ആ 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന്റെ റെസിപ്റ്റ് ആണ് ഈ കാണുന്നത്. ഓക്കെ, പുള്ളിക്കാരൻ ICICI ബാങ്കിലേക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതിന്റെ റെസിപ്റ്റ് 1 lakh ട്രാൻസ്ഫർഡ് എന്ന് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബ്രോ കിട്ടിയോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് മെസ്സേജ് ചെയ്തു. പുള്ളിക്കാരൻ നോക്കട്ടെ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 1 lakh ട്രാൻസ്ഫർഡ്, ബാലൻസ് 5 lakhs എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ GPay നമ്പർ ഞാൻ ചോദിക്കുന്നു. ഇത് പ്രവീൺ ചേട്ടൻ അബിൽ ദേവന് അയച്ചു കൊടുത്ത നിങ്ങൾ കണ്ട ആ ട്രാൻസാക്ഷൻ റെസിപ്റ്റ് ആണ് ഈ കാണുന്നത്. അബിൽ ദേവന് ഞാൻ അയച്ചു കൊടുത്തിരിക്കുന്നു. SBI ബാങ്കിൽ നിന്ന് അയച്ചു കൊടുത്തിരിക്കുന്നത് 1 lakh ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് ടോട്ടൽ 2 lakhs. ഇനി പ്രവീൺ ചേട്ടന്റെ വോയിസ് 14-ാം തീയതി അബിൽ ദേവിന് അയച്ചു കൊടുത്ത ഫോർവേഡ് ചെയ്ത് നിങ്ങൾ കേട്ടു നോക്കൂ. അബിൽ ബ്രോ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ട് തന്നിരുന്നല്ലോ, അപ്പോൾ ഇന്നലെ ഇട്ടിരുന്നു. അപ്പോൾ നമ്മളും ട്രാൻസാക്ഷൻ ഒരു ലിമിറ്റ് നമുക്ക് ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ഇന്നിപ്പം ഇന്നത്തെ നടക്കില്ല. അപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ട് നിങ്ങൾ പറഞ്ഞ എമൗണ്ട് ഇട്ട് തരാൻ പറ്റും. നാളെ ഈവനിങ്ങോടുകൂടി 2 ഇട്ട് തരാം. പിന്നെ തിങ്കളാഴ്ച, കാരണം ഇനിയിപ്പം തിങ്കളാഴ്ച ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്ന് തന്നെ ചെയ്യിക്കാം. ഇനിയിപ്പം നാളത്തെ ഇനി ക്യാഷ് കൊണ്ട് CDM-ൽ ഇട്ട് അവിടുന്ന് ഫോർവേഡ് ചെയ്യിക്കാം. അത് 2 അക്കൗണ്ടിൽ നിന്നായിട്ട് 1 വീതം ഇട്ട് തന്ന് 1 ലക്ഷം വീതം ഇട്ട് തരാം. പിന്നെ 2 ലക്ഷം രൂപ നാളെ തരാൻ പറ്റും. ഇത് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലേ പറഞ്ഞു പറയിപ്പിക്കുന്ന ഒരു സാധനമാണെന്ന്. ഇത് ഈ റോബിൻ ഇട്ട് കൊടുത്ത സാധനം അല്ലല്ലോ, ഇത് റോബിൻ അവിടുന്ന് ഒരു വോയിസ് മേടിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്തുവാണ് ഇതൊക്കെ? ഇത് ഫ്രോഡ്. ഇത് ഹരിപ്പാടുള്ള എന്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ ചേട്ടന്റെ വോയിസ് ആണ് ഞാൻ അബിൽ ദേവൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തത്. അതിലെല്ലാ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ്ട 75,000 രൂപ വീണ്ടും പ്രവീൺ ചേട്ടന്റെ അക്കൗണ്ടിൽ നിന്നും അബിൽ ദേവൻ അയച്ചു കൊടുത്തേക്കേണ്ട ട്രാൻസാക്ഷൻ സ്ലിപ്പ്.
ഇത് പ്രവീൺ ചേട്ടന്റെ കമ്പനി അക്കൗണ്ടിൽ നിന്നും 25,000 രൂപ അബിൽദേവൻ അയച്ചു കൊടുത്തേക്കുന്നതിന്റെ സ്ലിപ്പ്. ഇപ്പൊ ഈ 25 കൂടെ ചേർത്ത് 1 ലക്ഷം രൂപ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് അബിൽദേവിന്റെ GPay നമ്പർ ഞാൻ മേടിച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇത് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ മാർച്ച് 16 ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിൽ ഓരോ റെസിപ്റ്റും ഞാനത് സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഓക്കെ ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. വേണ്ട, 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു, 25,000 രൂപ. ഇതെല്ലാം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അബിൽദേവിന് ആ സമയത്ത് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ. കണ്ടോ, അതിനകത്ത് വ്യക്തമായിട്ട് ടു അബിൽദേവ് തന്റെ അക്കൗണ്ടിൽ നിന്ന് അയച്ചു കൊടുത്തു തന്നെ. ടു അബിൽദേവ് വ്യക്തമായിട്ട് കിടക്കുന്നല്ലോ. വൈഫിന്റെ പേരാന്ന് തോന്നി, വൈഫിന്റെ പേരാ അതിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. താണ്ടെ അബിൽദേവ്, താഴെ താണ്ടെ ശില്പ. ഇതെങ്ങനെ വരാനാ? ഇത് അക്കൗണ്ട് ഇതിന്റെ പേരാ. ഇതെങ്ങനെ പോരുന്നത്? ഇപ്പൊ കറക്റ്റ് ആയിട്ട് അവിടെ അബിൽദേവ് വരുന്ന, മറ്റേ ആളും അബിൽദേവിന് തന്നെയല്ലേ അയച്ചു കൊടുത്തത്. അപ്പൊ എന്താ പറ്റിയത് പുറത്ത് വരാഞ്ഞത്? എന്തോ കാര്യം എന്തുവായിരുന്നു ഒന്ന് പറഞ്ഞേ. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഈ കാണിക്കുന്നത്. ഇത് മാർച്ച് 16 നടക്കുന്നതാണ്. ഓക്കെ, ബാലൻസ് 2,10,000 രൂപ. ഞാൻ വീണ്ടും എമൗണ്ട് 1,10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പുള്ളിക്കാരന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിൻ്റെ സ്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അല്ല അതിൻ്റെ റെസിപ്റ്റ് ആണിത്. ഓക്കെ, അപ്പോൾ ബ്രോ 5 lakhs ട്രാൻസ്ഫേർഡ്, ബാലൻസ് 1 lakh. ഓക്കെ, 5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, ബാലൻസ് 1 ലക്ഷം രൂപ എന്നതിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തെന്ന് പറയുന്നത് വീണ്ടും കാശിന്റെ കാര്യം ചോദിക്കുന്ന അബിൽദേവ്, ഇത് പ്രവീൺ ചേട്ടന്റെ അക്കൗണ്ടിൽ നിന്ന് മാർച്ച് 18 പ്രവീൺ ചേട്ടന്റെ. എന്റെ പൊന്നുമോനെ, ബാലൻസ് ഞാൻ പറയട്ടെ, ഇത് മൊത്തം ഇവനിടുന്ന ചാറ്റാ. പുള്ളി അങ്ങോട്ട് ഇടയ്ക്ക് ഇവിടെ പറയുന്നുണ്ട്, നീ തന്നെ കുറെ കിടന്ന് പറയുന്നു. അതിന്റെ ബാക്കി എന്ത് ചെയ്യാൻ? എന്റെ ഇടയിൽ പുള്ളി പറയുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യേ? SBI അക്കൗണ്ടിൽ നിന്നും അബിൽദേവിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത വീണ്ടും 1 ലക്ഷം രൂപ എന്നതിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തെന്ന് പറയുന്നത് വീണ്ടും കാശിന്റെ കാര്യം ചോദിക്കുന്ന അബിൽദേവ്, ഇത് പ്രവീൺ ചേട്ടന്റെ അക്കൗണ്ടിൽ നിന്ന് മാർച്ച് 18 പ്രവീൺ ചേട്ടന്റെ 1 ലക്ഷം രൂപ. ഓക്കെ, 1 ലക്ഷം രൂപയാണ് ഈ കാണുന്നത്. ഓക്കെ, വീണ്ടും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത 1 ലക്ഷം രൂപ. നിങ്ങൾക്ക് എവിഡൻസ് കിട്ടിയല്ലോ. അതിന്റെ അകത്ത് ഞാനും അബിൽദേവും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡും എന്റെ സുഹൃത്തായിട്ടുള്ള എന്തോന്നടേ ഇത് കൊച്ചു പിള്ളേരടുത്ത് കിടന്ന് കളിക്കുന്ന കണക്ക് കിട്ടിയല്ലോ എന്ന്. എന്തോ കിട്ടിയല്ലോ എന്നാ പറയുന്നത്. എന്തോ കിട്ടിയെന്നാ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ കിട്ടിയെന്നാ ഉദ്ദേശിക്കുന്നത്? ഇത് ആരെ വെള്ളയടിച്ച് കാണിക്കാൻ? ആരുടെ മുന്നിൽ ഞാൻ കള്ളനല്ലേ, ഞാൻ പവിത്രത ഉള്ളതിനാണ്, എൻ്റെ കൈ കഴുകിയതാണ് എന്ന് കാണിക്കുക? എന്തിനു വേണ്ടിയിട്ട്? ഓടി നടന്ന് നാട്ടുകാരെ കയ്യിൽ നിന്ന് മൊത്തം പൈസ മേടിച്ചിട്ടുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. 24 തന്നാൽ നാളെ 5 തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരോടും ചോദിക്കാറുണ്ട്. വിനീത്, തിരുവനന്തപുരത്തുള്ള വിനീതിനെ അറിയാമല്ലോ. വിനീതിനെ വിളിച്ചിട്ട് 3-4 ലക്ഷം മറിക്കാൻ കാണുമോ, ഉടനെ നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ഏതാണ്ട് 1 വർഷം മുമ്പ് ഞാൻ ഈ കഥ കേട്ടിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സകലമാന ആൾക്കാരുടെ കയ്യിൽ നിന്നും പൈസ കടം മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. എടാ ഇത് എന്നിട്ട് അതിനകത്തൊരു മാനിപ്പുലേഷൻ പറഞ്ഞത് വെച്ച് ഏതാണ്ട് 40 ലക്ഷത്തിന് മുകളിലാണ് ഇപ്പം നിലവിൽ കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. എന്നിട്ടും അതിനകത്ത് കിടന്നുകൊണ്ട് ഉരുണ്ട് ഓരോ കള്ളത്തരങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. ഇത് ആർക്ക് വേണ്ടിയിട്ട്? റോബിൻ ആ ഒരു ഫ്ലോ ഒക്കെ കഴിഞ്ഞ് റോബിൻ കാണിക്കുന്ന മൊത്തം കള്ളത്തരങ്ങളാണെന്ന് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലായി. റോബിൻ ഉഡായിപ്പ് ഫലമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി, വ്യക്തമായിട്ട് മനസ്സിലായി. ക്യാമറ അറ്റൻഷന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഒരു പേക്കൂത്തായിട്ട് കാണുന്നവർക്കത് മനസ്സിലായി. അത് നീ ഇപ്പം രാഷ്ട്രീയത്തിൽ പോയതും ആ പോയതിന് ശേഷം നീ രാഷ്ട്രീയക്കാരുമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഈ ക്യാമറയുള്ള സ്ഥലങ്ങളിൽ കാണിക്കുന്ന ഒരു പ്രത്യേകതരം ആംഗിളിലുള്ള ചില പ്രത്യേകതരം ആക്ഷനുകൾ, ഇതൊക്കെ വ്യക്തമായിട്ട് മോണിറ്റർ ചെയ്യുന്നവർക്ക് അറിയാം റോബിൻ എന്ന് പറയുന്നത് വലിയ ഒരു പുക പടലമാണെന്നുള്ളത്. അതായത് കൽക്കി സിനിമയ്ക്ക് അവസാനം ടൊവിനോ പറയുമല്ലോ, വില്ലന്റെ പേര് പറഞ്ഞിട്ടും, നിങ്ങളുടെ കഥകളാണ് ഇവനെ ഇത്ര വളർത്തിയെന്ന്. അത്രേ ഉള്ളൂ. വെറും കഥകളിലൂടെ മാത്രം വളർന്നു വന്ന ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ, അത്രേ ഉള്ളൂ. അപ്പം